പ്ലാനിങ് ആണല്ലോ. ഈ വീട്ടിൽ എന്തോ ആപത്ത് വരാൻ പോവും. അതിനുള്ള ഒരുക്ക ഇത്. അതിനൊരു സംശയമില്ല. ഇങ്ങോട്ട് പാട. എന്റെ മുത്തശ്ശിയെ തീർത്ത് കളഞ്ഞ പോലെ എന്നെ എന്റെ പെണ്ണിനെ തീർക്കാന്ന് കരുതി കളഞ്ഞു. നിന്നെ തേടി എവിടേക്കാണ് ഞങ്ങൾ അലഞ്ഞത്? ഒടുവിൽ ചോരയുടെ മണം പിടിച്ച് നീ ഇവിടെ തന്നെ വന്നു. നീ എത്തിയ വിവരം അപ്പൊ തന്നെ ഞങ്ങൾ അറിഞ്ഞടാ. എന്നെ വീഴ്ത്താനുള്ള കെണി ഞങ്ങൾ ഒരുക്കി. ഇവനെ മുത്തശ്ശന്റെ മുന്നിൽ എത്തിക്കണം. പിടിക്കേ ോട്ട് ദൈവമേ, കൊല്ലാൻ വന്നവൻ കെണിയിൽ വീണല്ലോ. കഴിവുകെട്ടവൻ. ഇവനെ രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നു. ലച്ചു അവളെ തന്നെയാവും വിവരം ചോർത്തി കൊടുത്തത്. എനിക്ക് വീണ്ടും പണി പാളി. ഇവളെ തീർത്തിട്ട് മതിയായിരുന്നു സഞ്ജുവിനെ തേടിപ്പോവാൻ. മുത്തശ്ശിയുടെ കൊലയാളി അപ്പച്ചയ്ക്ക് കാണണ്ടേ? ഇവനത് കണ്ടോ? സ്വാതിയുടെ അത് ചേച്ചി എന്റെ മുറി കിടന്ന് ഉറങ്ങിപ്പോയി. സ്വാതി ഇപ്പൊ ആരും വിളിക്കണ്ട. അവളിപ്പോ ഒന്നും അറിയണ്ട.
നടക്കണം ഇവിടെ. നടക്ക്. നടക്ക്. മോളെ അമ്മ, നീ സഞ്ജുവിനെ സ്വാധീൻ അവരുടെ കുഞ്ഞിനെ രക്ഷിച്ചു. ഞാനല്ല അത്. ദൈവം രക്ഷിച്ചത് കാവേരി ചേച്ചി. അതല്ലേ ദേവിയുടെ മുന്നിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നിയത്. നീ വന്ന് വാതിലിൽ അടിച്ചു വിളിച്ചപ്പോ ഇത്രയൊന്നും ഞാൻ കരുതിയില്ല. ഗോവിന്ദനെ നീ വിവരം അറിയിച്ചു. എനിക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാവേരി ചേച്ചി. അയാളോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ മുത്തശ്ശി മരിച്ചതിനുള്ള കാരണം അയാൾ പറയും. അനങ്ങരുത്. മര്യാദയ്ക്ക് നിൽക്കടാ. അടങ്ങി നിൽക്കടാ. എന്തിനാ നീ ആ പാവത്തിനെ കൊന്നുകളഞ്ഞത്? അവസാന കാലത്ത് എന്നെ തനിച്ചാക്കാൻ എന്ത് അപരാധമാടാ അവൾ നിന്നോട് ചെയ്തത്? പറയടാ, അവൾ നിന്നോട് ചെയ്ത കുറ്റം എന്താടാ? അവസാന കാലത്ത് ഒരിറ്റ് വെള്ളം തരാൻ പോലും എനിക്കിനി ആരാടാ ദ്രോഹിയുള്ളത്? കൊന്നു കളഞ്ഞില്ലടാ നീ എന്റെ വസുമതിയെ. പണത്തിനാ നീ അത് ചെയ്തെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? നീ ചോദിക്കുന്ന എന്തും ഞാൻ നിനക്ക് തരുമായിരുന്നില്ലേ? എന്റെ വസുമതിയുടെ ജീവൻ മാത്രം മതിയായിരുന്നു എനിക്ക്. മഹാപാപി, നിനക്കുമില്ലടാ ഒരമ്മ. എങ്ങനെ തോന്നിയടാ ഒരു പാവത്തെ താഴേക്ക് വലിച്ചെറിയാൻ? മുത്തശ്ശി വാ. വാ. കൊന്നു കളയാനാണോ ആ ദ്രോഹി? എന്റെ വസുമതിയെ കൊന്നതുപോലെ മുത്തശ്ശ, ഇവനെ മോളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാം. മുത്തശ്ശ, പോലീസിനവനെ കൊടുക്കരുത്. മുത്തശ്ശ, ഈ മഹാപാപിയെ പോലീസിന് കൊടുക്കരുത്. പോയി വലിച്ചെറിയടാ ഇവനെ. മുത്തശ്ശ, എന്റെ വസുമതിയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. മുത്തശ്ശനെ കൊണ്ടു. മുത്തശ്ശി വന്നേ. വന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ട്. മതി. നിനക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ അത് തന്നെയാടാ, മരണഭയം. അതെന്താന്ന് നീ അറിയണം. പോലീസിന് ഇന്ന് ഞാൻ വിട്ടുകൊടുക്കുന്നത് ശവമായിട്ടായിരിക്കും. എന്നെ വകവരുത്താൻ വന്ന നീ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. എന്നെ കൊല്ലരുത്. ഇപ്പൊ നിനക്ക് ഭയം തോന്നുന്നല്ലടാ. സഞ്ജു, നമുക്കിവനെ പോലീസ് ഏൽപ്പിക്കാം. ഒരു പോലീസും വേണ്ട. ഇവന്റെ ശിക്ഷ വിധിക്കുന്നതും വിധി നടപ്പാക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. ഞാനാ ഇവന്റെ ആരാചാര്യം. ഇവന്റെ കെട്ടഴിച്ചൂട്. ഇവനെ നമുക്ക് നേരെ ടെറസിൽ കൊണ്ടുപോവാ. കൂടുതലൊന്നും ചോദിക്കാതെ അവനെ കൊണ്ടുപോയി തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. വേണ്ട, ഇവന് മുത്തശ്ശിയോട് പക തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ടിത് ആരോ ചെയ്യിപ്പിച്ചതാ. നീ സത്യം പറഞ്ഞ നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കാം. നീ പറയുന്നത് കള്ളമാണെങ്കിൽ ഞങ്ങൾ നിന്റെ വധശിക്ഷ നടപ്പിലാക്കും. വെറുതെ നിന്നെ എടുത്ത് ഞങ്ങൾ താഴിടാനല്ല പോകുന്നത്. നിന്റെ കൈകാലുകൾ ഓരോന്നായി ഇരുമ്പ് വടിക്ക് അടിച്ചു നുറുക്കും ഞാൻ. ഞങ്ങളുടെ മുത്തശ്ശിക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യൂടാ. നീ എന്തിനാ ഈ വീട്ടിൽ വന്നത്? പറ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയാൻ ഞാൻ പറയാം. ഞാനെല്ലാം പറയാം.
പറ. പറയടാ. പറയാം. അമ്മൂനെ കൊല്ലാനാ ഞാൻ ഈ വീട്ടിൽ കയറിയത്. അമ്മു ടെറസിലുണ്ടെന്നറിഞ്ഞ ഞാൻ അങ്ങോട്ട് പോയി. എന്നെ വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഒന്നുകൂടി പറടാ. സഞ്ജു, കവിത മേഡം. എടി ദുഷ്ടേ, നിന്നെയാണോടി ഞാൻ സ്നേഹിച്ചത്? നീ നശിച്ചു പോടി. ഇപ്പൊ എന്നെ സ്വാധീനം കൊല്ലാൻ നിന്നെ വിളിച്ചു വരുത്തിയതും ആ സ്ത്രീയാടാ. അതെ, കവിത മേഡം. മഹാപാപി, നൊന്തുപെറ്റ അമ്മയെ നീയായി കൊന്നുകളഞ്ഞില്ലോടി. മോളെ, അവളെ പിടിച്ചോണ്ട് വാ. കഴുത്ത് ഞെരിച്ച് ആ വിഷജന്തുവിനെ എനിക്ക് കൊല്ലണം. പോയി പിടിച്ചോണ്ട് വാടി അവളെ. എന്റെ വസുമതിയെ കൊന്നിട്ട് അവളെ സുഖമായി ജീവിക്കട്ടെ. എന്റെ മുന്നിൽ കിട്ടണം അവളെ. പോയി പിടിച്ചോണ്ട് പാടി. പോയി വെള്ളം എടുത്തോട്ടോ. നോക്ക്. അച്ഛ പതുക്കെ. ഇരിക്കെ. അച്ഛ, അച്ഛ. എന്താടാ നിനക്ക് രക്ഷപ്പെടണമല്ലേ? എനിക്ക് ഈ രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. നിനക്ക് ഞാൻ ചോദിക്കുന്ന പണം തരാം. ഓക്കെ, നീ എന്നെ കൊച്ചിയിലൊന്ന് എത്തിച്ചാൽ മതി. ഓക്കെ, 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ എത്തും. വെള്ളം എടുക്കാൻ പോയ ലച്ചുവിനെ കാണുന്നില്ലല്ലോ. നടക്കടി. മോനെ, അമ്മയെ കൊന്ന് ദ്രോഹിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ലച്ചു, എന്റെ അടുത്തേക്ക് വരരുത്. ആ നിമിഷം ഇവളെയും കൊന്ന് ഞാനും ചാവും. വിടന്നെ. അനങ്ങി പോരുത്. ഇത് തോക്കാടി. ഞാൻ എന്തും ചെയ്യും. അവളെ വിടടി. ഒച്ച വച്ചാൽ ഞാൻ ഇവളെ തീർക്കും. ആരും ചലിച്ചു പോരുത്. നിങ്ങൾ അവളെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ?
സഞ്ജു പോലീസിനെ വിളിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഇവിടെ പോലീസ് എത്തും. കീഴടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലത്. ഹേയ്, അനങ്ങി പോരുത്. ഒരുത്തനും കവിതയെ ഒരു ചുക്കും ചെയ്യില്ല. ഇനി ഒരടി മുന്നോട്ട് വച്ച ഇവളുടെ തലച്ചോറ് ചിതറും. എനിക്കിനി നോക്കാനൊന്നുമില്ല. അതെടി, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാറിക്കടാ, മാറ. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ആരും അടുത്ത് വരരുത്. നടക്കടി, നടക്കാൻ നടക്ക. നടക്കടി. നിക്കാറ്. പോ പോ, എല്ലാത്തിനെയും ഞാൻ തീർക്കും. പോ, വണ്ടി എടുക്ക. എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടുത്ത്. സഞ്ജു കേറ്. അച്ഛാ, 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 കണ്ണു ഉറക്കച്ച. അച്ഛാ, അച്ഛാ, ശ്രീദേവി എടുത്ത് വിളിക്കാതിരി പറ്റില്ല. അച്ഛാ, 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 എഴുന്നേക്കച്ച. അച്ഛാ, അച്ഛാ. സഞ്ജു എവിടെ മോളെ? കവിത ചേച്ചി അമ്മൂനെ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. അച്ഛാ, രക്ഷപ്പെട്ടു പോയെന്നോ? അവള് നമ്മൾ കരുതിയ പോലെ ഒന്നും അല്ല അച്ഛ. പിടിക്കപ്പെടുവെന്നായപ്പോ അവള് തോക്കുമായിട്ട് വന്നു. അമ്മൂനെ നേരെ തോക്കു ചൂട്ടി എല്ലാവരെയും പേടിപ്പിച്ചിട്ട് അമ്മൂനെ കാറ് കയറ്റി കൊണ്ടുപോയി. സഞ്ജു ഗോവിന്ദ് പിന്നാലെ പോയിട്ടുണ്ട്. എന്റെ ഈശ്വരാ. ഇവന്റെ കെട്ടഴിക്ക്. സാറേ, സാറേ, അവളെന്റെ കൊച്ചുമകളെയും കൊണ്ടുപോയി. അവളെ രക്ഷിക്കണം സാർ. പണിക്കർ ധൈര്യമായിട്ടിരിക്കോ. വരുന്ന വഴി സഞ്ജു വിവരങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു. അവൾ അങ്ങനെ അങ്ങ് രക്ഷപ്പെടില്ല. എന്റെ വസുമതിയെ ഇവനെ വെച്ച് കൊല്ലിച്ച് അവളാ സാറേ. അവളെ തൂക്കിക്കൊല്ലണം. കവിത ഒരു കൊലപാതകം മാത്രം നടത്തിയെന്നാണോ പണിക്കർ സാർ വിചാരിച്ചിരിക്കുന്നത്? ഇരട്ട കൊലപാതകമാണ് നടത്തിയത്. ഇതും കൂടിയായപ്പോ കൊലപാതകം 2 എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത്? അറിയാനും കേൾക്കാനും ഒരുപാടുണ്ട്. നിങ്ങളുടെ മകൻ മുകുന്ദൻ ആക്സിഡന്റിലല്ലേ മരിച്ചത്? അതെ സാർ. എന്നാൽ അതൊരു കൊലപാതകമായിരുന്നു. നിങ്ങളുടെ മകൾ കവിത നടത്തിയ ഒരു വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു. എല്ലാം പുറം ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവൾക്ക് വേണ്ടി പോലീസ് വലവീശി കഴിഞ്ഞു. നിങ്ങൾ വാതിലടച്ചിരുന്നോ? അവൾ രക്ഷപ്പെടില്ല. വണ്ടി കയറ്റ്, നടക്കണ നടക്കങ്ങോട്ട്.